ഫ്രണ്ട്സ്, ഇനി നമുക്ക് യുവർസ് കൈയുടെ ബാക്കി കാണാം. കഴിഞ്ഞ വീഡിയോയുടെ അവസാനം നമ്മൾ കണ്ടു നിർത്തിയത് ഓയെ ടീറാക്ക് കാണുന്നത് വരെയാണ്. അപ്പോൾ ടീറാക്കിനെ കണ്ടിട്ട് ഓ ചോദിക്കുകയാണ്, ടീറാക്ക് നീ ഇവിടെ എന്ത് ചെയ്യുന്നെന്ന്. അപ്പോൾ അവൻ പറയുന്നു, അത് പിന്നെ ഞാൻ റൂം മാറി കയറിയതാണ്, ഞാൻ പോകണമെന്ന്. അപ്പോൾ ഓ പറയുന്നു, ടീറാക്ക് നീ പോവല്ലേ, ഒരു സെക്കൻഡ് എനിക്കൊരു കാര്യം നിന്നോട് പറയാനുണ്ടെന്ന്. അപ്പോൾ ടീറാക്ക് ചോദിക്കുന്നു, എന്താ അതെന്ന്. അങ്ങനെ ഓ പറയാണ്, അത് പിന്നെ നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്, എൻ്റെ ബർത്ത്ഡേക്ക് നിന്നെ ക്ഷണിക്കാനായിട്ടാണ് ഞാൻ നിൽക്കാൻ പറഞ്ഞത്. നീ വരികയാണെങ്കിൽ നിനക്ക് ഞാനൊരു പ്രോമിസ് തരാം, പിന്നെ ഞാൻ നിന്നെ ശല്യപ്പെടുത്തേ ഇല്ലെന്ന് പിറകെ നടന്ന്. അപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് ഓ ടീറാക്കിനോട് ചോദിക്കുന്നു, അല്ല നിൻ്റെ കയ്യിൽ എന്താണെന്ന്. അപ്പോൾ ടീറാക്കാണെങ്കിൽ ആ ഷർട്ടവൻ കാണാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് അവനോട് പറയണ്, ഓ അപ്പം നമുക്ക് നാളെ ബർത്ത്ഡേ പാർട്ടിയിൽ വെച്ച് കാണാമെന്ന്. അപ്പോൾ ടീറാക്കാണെങ്കിൽ ബർത്ത്ഡേ പാർട്ടിക്ക് വരാമെന്ന് സമ്മതിച്ചത് കൊണ്ട് ഇവനാണെങ്കിൽ ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ അവനാണെങ്കിൽ ആ കയ്യിരിക്കുന്ന സാധനം എന്തിനെന്ന് കാണുകയും വേണം, എന്നാൽ പോവുകയും വേണം എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അങ്ങനെ അവനാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. പോകുന്ന സമയം ടീറാക്കിനോട് ബൈ ബൈ എന്നൊക്കെ പറഞ്ഞ് നല്ല ചിരിച്ചാണ് പോകുന്നത്. അവൻ പോയ ഉടനെ ടീറാക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഷർട്ട് ഫായുടെ ലോക്കറിനുള്ളിലേക്ക് വെക്കുന്നു. ഈ സമയം അവിടേക്ക് ഫായും അവൻ്റെ ഫ്രണ്ട്സും വരുന്നു. അവരെ സൗണ്ട് കേട്ടുടനെ ഇവനാണെങ്കിൽ ഒരു സ്ഥലത്തേക്ക് കയറി ഒളിച്ചിരിക്കുകയാണ്. ഫായുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ ലീയെ അവൻ്റെ ഫ്രണ്ട്സിനെയും പറ്റിയാണ് സംസാരിച്ചുകൊണ്ട് വരുന്നത്. അവർ പറയുന്നത് ഇങ്ങനെയാണ്, ഈ ലീക്കും അവൻ്റെ ഫ്രണ്ട്സിനെ എന്ത് പറ്റി, ഭയങ്കര വിയേഡായിട്ടാണല്ലോ ഇന്ന് പെരുമാറിയതെന്ന്. ഇവരിങ്ങനെ അകത്തേക്ക് വരുന്ന സമയത്ത് ഫായാണെങ്കിൽ റാക്ക് ഒളിച്ചു നിൽക്കുന്ന സ്ഥലത്തേക്ക് തന്നെ നോക്കുന്നുണ്ട്. അവനെ കണ്ടോ ഇല്ലേ എന്ന് അറിയത്തില്ല. ഫാ ലോക്കർ തുറന്ന് നോക്കുന്ന സമയത്ത് അവൻ്റെ ഷർട്ട് നല്ല വൃത്തിയായിട്ടിരിക്കുന്നു. ഇത് കാണുന്ന ഹീ അവനോട് ചോദിക്കുകയാണ്, ഡാ നിൻ്റെ ഷർട്ട് എങ്ങനെയാണ് പെട്ടെന്ന് ഇത്രയും ക്ലീൻ ആയതെന്ന്. അപ്പോൾ ഫായാണെങ്കിൽ അതിൽ നിന്ന് അവരെ ഡിസ്ട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടി പെട്ടെന്ന് പറയുകയാണ്, നിങ്ങൾ പെട്ടെന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വാ, നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ളതാണെന്ന്. അവരെങ്ങനെ ഡ്രസ്സ് ചേഞ്ച് ആക്കാനായിട്ട് പോകുന്ന സമയത്ത് ഈ തക്കം നോക്കി ടീറാക്ക് അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നുണ്ട്. പിന്നെ 4 പേരും കൂടി ഇരുന്ന് സംസാരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പം ലീ പറയാണ്, എന്തായാലും പ്ലാൻ നല്ല രീതിയിൽ തന്നെ സക്സസ് ആയെന്ന്. അപ്പം ടൈപ്പ് പറയാണ്, അവസാനം ഞാൻ കരുതിയത് ഇതെല്ലാം കൈവിട്ട് പോകുമെന്നാണ്, പക്ഷെ തക്ക സമയത്ത് തന്നെ ടീറാക്ക് അത് നല്ല രീതിയിൽ മാനേജ് ചെയ്തെന്ന്. അങ്ങനെ ഇവരിതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടിട്ട് ടീറാക്ക് പറയുകയാണ്, ഞാൻ ഇത്രയും നിങ്ങളെ റിസ്ക് എടുപ്പിച്ചതിന് സോറി ചോദിക്കുന്നു എന്ന്. അപ്പം ടൈപ്പ് പറയുന്നു, അതൊന്നും കുഴപ്പമില്ലടാ എന്ന്. അപ്പം ടീറാക്ക് പറഞ്ഞത് കേട്ടിട്ട് ജോയി പറയും, ഞാൻ ഇന്നത്തെ ദിവസം ഒരുപാട് ഓടി, അതുകൊണ്ട് എനിക്ക് തോന്നുന്നു എൻ്റെ വെയിറ്റ് കുറച്ച് കുറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ ടീറാക്ക് പറയാണ്, ഓ ജോയി എനിക്ക് നല്ല സന്തോഷമുണ്ട്, കാരണം ഈ പ്ലാൻ കൊണ്ട് നിൻ്റെ വെയിറ്റ് കുറയ്ക്കാനായിട്ട് എനിക്ക് സഹായിക്കാൻ പറ്റിയല്ലോ എന്ന്. അപ്പോൾ ടീറാക്ക് സംസാരിച്ചതിന് ശേഷം ടൈപ്പ് ചോദിക്കുകയാണ്, അല്ല നീ ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണല്ലോ തിരിച്ചു വന്നത്, എന്താ നീ താമസിക്കാനുള്ള കാരണമെന്ന്. അപ്പോൾ അവൻ പറയുന്നു, അത് പിന്നെ ലേറ്റാകാനുള്ള കാരണം ഞാൻ ഓയെ കണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഇത് കേട്ടിട്ട് 3 പേരും കൂടെ ഒരുമിച്ച് ചോദിക്കുകയാണ്, നീ ഓയെ കണ്ടെന്നോ എന്നിട്ടാന്ന്. അപ്പോൾ അവൻ പറയാണ്, ഓ എന്നെ അവൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് ക്ഷണിച്ചു, ഞാൻ അവൻ്റെ ക്ഷണം അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തെന്ന്. ഇത് കേൾക്കുന്ന ജോയ് ചോദിക്കുകയാണ്, ഡാ നീ എന്താ ഈ ഓയെ പോലുള്ള ആളുകളോടൊന്നും നോ പറയാത്തതെന്ന്. അത് പിന്നെ അവൻ എൻ്റെ കയ്യിലിരിക്കുന്ന ഷർട്ട് കാണുമെന്ന രീതിയിൽ എത്തിയപ്പോഴാണ് ഞാൻ എസ് എന്ന് പറഞ്ഞത്, ഇല്ലെങ്കിൽ ഒരുപക്ഷെ അവൻ ഫായുടെ ഷർട്ട് കണ്ടേനെ എന്ന്. ഇത് കേൾക്കുന്ന ലീ ചോദിക്കുകയാണ്, അതിനിപ്പോൾ അവൻ അത് കണ്ടാ എന്താ, അവനെ അറിയത്തില്ലല്ലോ അത് ഫായുടെ ഷർട്ടാണെന്ന്. അപ്പോൾ അവൻ പറയുന്നു, ഞാൻ എന്തായാലും അവനോട് വരാമെന്ന് പറഞ്ഞു പോയി, പിന്നെ അവൻ എന്നോട് പറഞ്ഞിരുന്നു അവൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് എന്നാൽ എന്നെ ശല്യപ്പെടുത്തുന്നതൊക്കെ നിർത്താമെന്ന്. അത് കേട്ടിട്ട് ടൈപ്പ് ചോദിക്കുകയാണ്, അപ്പോൾ അവൻ പറഞ്ഞത് നീ അങ്ങ് വിശ്വസിച്ചല്ലേ എന്ന്. അപ്പോൾ ടീറാക്ക് പറയുന്നു, ആ അതെ എന്ന്. അങ്ങനെ ജോയ് പറയുന്നു, ഇനി പറയാനുള്ളതൊക്കെ പറഞ്ഞു, എന്തായാലും നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ നിൻ്റെ ഒപ്പം വരാമെന്ന്. അങ്ങനെ അവർ 3 പേരും ടീറാക്കിനെ ഹെൽപ്പ് ചെയ്യാമെന്ന് തീരുമാനിക്കുകയാണ്. വൈകിട്ട് ടീറാക്ക് വീട്ടിലേക്ക് പോകുന്നതിനായിട്ട് അവൻ്റെ ചേച്ചിയുടെ അടുത്തേക്ക് പോകുന്നു. ഇവളെ പേര് ബേബ് എന്നാണ്. ബേബ് ടീറാക്കിൻ്റെ കയ്യിലിരിക്കുന്ന സാധനങ്ങളൊക്കെ കണ്ടിട്ട് ചോദിക്കുകയാണ്, ഇതിലെന്താന്ന്. അപ്പോൾ ടീറാക്ക് പറയുന്നു, അത് പിന്നെ ഇത് ഓ തന്നതാണെന്ന്. അപ്പോൾ അവൾ ചോദിക്കുകയാണ്, നീ വീണ്ടും അവൻ്റെ കയ്യിൽ നിന്ന് ഗിഫ്റ്റ് വാങ്ങിച്ചോ, ഇതിലൂടെ അവൻ കരുതില്ലേ നീ അവനൊരു ചാൻസ് കൊടുക്കുകയാണെന്ന്, ഇതുകൊണ്ട് തന്നെയാണ് അവൻ നിന്നെ ശല്യപ്പെടുത്തുന്നത് നിർത്താത്തേന്ന്. അപ്പം ബേബിൻ്റെ ബോയ് ഫ്രണ്ട് പറയുകയാണ്, അവൻ മനഃപൂർവ്വം വാങ്ങിച്ചതൊന്നും ആയിരിക്കില്ല, അവനെ കൊണ്ട് നോ പറയാൻ പറ്റാത്തത് കൊണ്ടല്ലേ എന്ന്. അപ്പോൾ ടീറാക്ക് പറയുന്നത്, അവൻ്റെ ഫീലിങ്സ് ഞാൻ ഹേർട്ട് ചെയ്യുമോ എന്ന വറിയാണ് എനിക്ക്, അല്ലാതെ ഞാൻ അവന് ചാൻസ് ഒന്നും കൊടുക്കില്ല എന്ന്. ഇത് കേൾക്കുന്ന ബേബ് പറയുന്നു, ആ ശരിയെന്ന്. അങ്ങനെ അതിനുശേഷം ടീറാക്കും പറയുന്നു, അടുത്ത തവണ ഞാൻ എന്തായാലും ഓ തരുന്ന ഗിഫ്റ്റ് വാങ്ങില്ല എന്ന്. അത് കേട്ടിട്ട് ബേബാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അവർ 2 പേരും കൂടെ വീട്ടിലേക്ക് പോകാനായിട്ട് കാറിനകത്ത് കയറിയാണ്. പിന്നെ അവർ 2 പേരും വീട്ടിലെത്തിയതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടേക്ക് ടീറാക്കിൻ്റെ അമ്മ വരികയാണ്. ടീറാക്കിൻ്റെ അമ്മയെ കണ്ട സന്തൂർ മമ്മിയെ പോലെ ഉണ്ട്. അപ്പോൾ
അപ്പോൾ ടീറാക്കിൻ്റെ അമ്മ അവിടേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങളാരും ഉറങ്ങുന്നില്ലേ? ഒരുപാട് സമയമായല്ലോ ടീറാക്ക്, ബേബ് നിങ്ങൾ പോയി ഉറങ്ങാൻ. അപ്പോൾ ബേബ് പറയുന്നു ഓക്കെ അമ്മ എന്ന്. അപ്പോൾ അമ്മയാണെങ്കിൽ ഗ്രാൻഡ്പയോടും പറയുന്നുണ്ട്, ഗ്രാൻഡ്പ ഒരുപാട് സമയമായില്ലേ, ഗ്രാൻഡ്പ പോയി ഉറങ്ങാൻ. അപ്പോൾ ഗ്രാൻഡ്പ പറയുകയാണ് ഞാൻ ഈ മൂവി കണ്ടു കഴിഞ്ഞിട്ട് ഉറങ്ങിക്കോളാമെന്ന്. അപ്പോൾ അമ്മ പറയുന്നു ശരി എന്നാൽ ഞാൻ പോയി ഉറങ്ങാൻ പോകുന്നെന്ന് പറഞ്ഞിട്ട് ടീറാക്കിനെ ഒന്ന് കൊഞ്ചിച്ചിട്ട് അവിടെ നിന്ന് പോവേണ്. അമ്മ പോയതിന് ശേഷം അച്ഛൻ ജോലി കഴിഞ്ഞിട്ട് വരെയാണ്. അപ്പോൾ ടീറാക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ അച്ഛൻ്റെ കൈ ഇരിക്കുന്ന കവർ നോക്കിയാണ് പോകുന്നത്. എന്നിട്ട് അതിനകത്ത് എന്താണ് കഴിക്കാനെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പറയണേ, ഞാൻ ഇന്നൊരു സ്ഥലത്തേക്ക് ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പോയിരുന്നു, അവിടെ നിന്നും വാങ്ങിയതാണ് ഇതെന്ന്. അപ്പോൾ ടീറാക്ക് ചോദിക്കുന്നു നമുക്കിത് ഇപ്പോൾ തന്നെ കഴിച്ചാലോ എന്ന്. അപ്പോൾ അച്ഛൻ പറയുന്നു എനിക്ക് നല്ല വിശപ്പുണ്ട്, നമുക്ക് ഇപ്പോൾ തന്നെ ഇത് കഴിക്കാമെന്ന്. അത് കേട്ടിട്ട് ബേബ് പറയുന്നു എന്നാൽ ഞാൻ ഈ ഡിഷ് ചൂടാക്കി വെക്കാമെന്ന്. അപ്പോൾ അച്ഛനാണെങ്കിൽ ശരിയെന്ന് പറഞ്ഞിട്ട് ബേബിൻ്റെ ഹെഡിൽ ഒരു കിസ് കൊടുക്കുന്നു. ബേബിന് കിസ് കൊടുത്ത കണ്ടിട്ട് ടീറാക്ക് ചോദിക്കുന്നു അല്ല അച്ഛൻ എന്താ എൻ്റെ ഹെഡിൽ കിസ് ചെയ്യാത്തത്, എനിക്കും കിസ് താ എന്ന്. അപ്പോൾ അച്ഛൻ പറയുന്നു ഇല്ല നിൻ്റെ തലമുടി നാറുന്നുണ്ടെന്ന്. അത് കേട്ടിട്ട് 3 പേരും ചിരിക്കുകയാണ്. അപ്പോൾ ഇവർ ചിരിക്കുന്നത് കണ്ടിട്ട് അവൻ പറയാണ് ഞാൻ ഈ കഴിക്കാൻ കൊണ്ടുവന്ന സാധനം നിങ്ങൾക്ക് ആർക്കും ഷെയർ ചെയ്യില്ല, അമ്മ എനിക്ക് ഈ അച്ഛൻ തലയിൽ കിസ് തരുന്നില്ല, ഈ അച്ഛൻ എന്നെ ഇഷ്ടമല്ലെന്നും പറഞ്ഞ് അവൻ അവിടെ നിന്ന് കയറിപ്പോവേണ്. അവൻ്റെ പിന്നാലെ അവനെ കളിയാക്കി ബേബു അവിടെ നിന്ന് പോവേണ്. പിറ്റേന്ന് ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുന്ന സമയം ടൈപ്പ് ചോദിക്കുന്നു ടീറാക്ക് ഇന്നലെ ഓയുടെ ബർത്ത്ഡേ, നീ ബർത്ത്ഡേ പാർട്ടിക്ക് പോകുന്നില്ലേ എന്ന്. അപ്പോൾ അവൻ പറയുന്നു ഞാൻ പോകുന്നുണ്ട്, പക്ഷെ ഞാൻ അവന് വേണ്ടി ഗിഫ്റ്റ് ഒന്നും വാങ്ങിയിട്ടില്ലെന്ന്. അപ്പോൾ ജോയി പറയുന്നു എന്തായാലും നമ്മളെല്ലാവരും കൂടിയല്ലേ പോകുന്നത്, ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചാൽ മതിയെന്ന്. അപ്പോൾ ടീറാക്ക് പറയുന്നു ശരിയെന്ന്. പിന്നെ ലീയെയും അവൻ നിർബന്ധിക്കുന്നുണ്ട് പോകാനായിട്ട്. രാത്രി ബേബ് കോൾ ചെയ്യുന്ന സമയത്ത് ടീറാക്കാണെങ്കിൽ ഒളിച്ചൊളിച്ച് പോകാനായിട്ട് ഇറങ്ങുന്നുണ്ട്. പക്ഷേ ബേബാണെങ്കിൽ അവനെ കണ്ടിട്ട് ചോദിക്കുകയാണ് ടീറാക്ക് നീ ഇപ്പോൾ എവിടെ പോകുന്നെന്ന്. അപ്പോൾ ബേബ് പറയുന്നത് കേട്ടിട്ട് പെട്ടെന്ന് തന്നെ അവനാണെങ്കിൽ താഴേക്ക് ഷൂ ഇട്ടിട്ട് തറയിലേക്ക് ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ബേബിനോട് പറയാണ് ബേബ് ഞാൻ ഓയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് പോവേണ്, ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, ലീയും ടൈപ്പും ജോയൊക്കെ അവിടെ പോകുന്നുണ്ട്, അതുകൊണ്ട് ബേബ് നീ പേടിക്കണ്ട പ്ലീസ് ഞാൻ പൊക്കോട്ടെ എന്ന്. എന്നിട്ട് അവിടെ ഇരുന്ന് അവളടുത്ത് സോപ്പ് ഇടുന്നുണ്ട്. അവസാനം അവളാണെങ്കിൽ പറയുന്നു പൊക്കോ, പക്ഷെ കുറച്ച് കണ്ടീഷൻ ഉണ്ടെന്ന്. പിന്നെ അവൾ കണ്ടീഷൻസ് പറയണേ നേരത്തെ വീട്ടിലേക്ക് വരണം, പിന്നെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായാൽ എന്നെ കോൾ ചെയ്യണം, അതുപോലെ നിന്നെ പിക്ക് ചെയ്യണമെങ്കിലും എന്നെ കോൾ ചെയ്യണമെന്ന്. അപ്പോൾ ടീറാക്ക് പറയുന്നു ഓക്കെ എന്ന്. അടുത്ത സീനിൽ ഒരു പാർട്ടി നടക്കുന്ന ഹോട്ടലിൽ എത്തിയതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ടീറാക്കിനെ കണ്ടുടനെ ഓയാണെങ്കിൽ അവൻ്റെ അടുത്തേക്ക് ഓടി വരേണ്. അപ്പോൾ ജോയി ആണെങ്കിൽ അവന് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. പക്ഷെ അവനാണെങ്കിൽ ആ ഗിഫ്റ്റ് വാങ്ങാതെ ടീറാക്കിനോട് പറയേണ് ടീറാക്ക് നീ ഗിഫ്റ്റ് ഒന്നും വാങ്ങേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു, എനിക്ക് നീ ഇവിടേക്ക് വന്നത് തന്നെ വളരെ സന്തോഷമായ ഒരു കാര്യമാണ്, നിന്നെ ഇവിടെ കണ്ടത് തന്നെ എനിക്കൊരു പ്രീഷ്യസ് ആയ ഗിഫ്റ്റ് കിട്ടിയതുപോലെയാണെന്ന് പറഞ്ഞിട്ട് ഓയാണെങ്കിൽ ടീറാക്കിനെ ഹഗ് ചെയ്യാനായിട്ട് പോകുന്നു. ഇത് കാണുന്ന ജോയി ആണെങ്കിൽ പെട്ടെന്ന് ഇടയ്ക്ക് കയറി ഗിഫ്റ്റ് കൊടുത്തിട്ട് പറയാണ് ഹാപ്പി ബർത്ത്ഡേ എന്ന്. അങ്ങനെ അവൻ ആ ഗിഫ്റ്റ് വാങ്ങിയതിന് ശേഷവും വീണ്ടും ടീറാക്കിനെ ഹഗ് ചെയ്യാനായിട്ട് പോവേണ്. ഈ സമയം ടൈപ്പ് തടഞ്ഞിട്ട് അവരോട് ചോദിക്കുന്നു നമ്മൾ ഇതുവരെ ആയിട്ടും ഡിന്നർ കഴിച്ചില്ലല്ലോ, വാ നമുക്ക് പോയി നമ്മുടെ സീറ്റ് കണ്ടുപിടിച്ചിട്ട് അവിടെ പോയിരിക്കാന്ന്. സീറ്റിനടുത്ത് എത്തുന്ന സമയം ടീറാക്കിനോട് ചോദിക്കുന്നു അവനൊപ്പം ഇരിക്കുമോ എന്ന്. അപ്പോൾ ജോയി ആണെങ്കിൽ അവനെ പെട്ടെന്ന് പിടിച്ച് വലിച്ചിട്ട് പറയാണ് അതൊന്നും വേണ്ടെന്ന്. ഇത്രയും പറഞ്ഞിട്ട് അവരാണെങ്കിൽ അവരെ സീറ്റിലേക്ക് പോയിരിക്കുകയാണ്. ഓയാണെങ്കിൽ വളരെ സന്തോഷത്തിൽ ടീറാക്ക് കൊടുത്ത ഗിഫ്റ്റും കൊണ്ട് അവൻ്റെ ഫ്രണ്ടിനടുത്തേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ അവനാണെങ്കിൽ ആ ഗിഫ്റ്റ് കണ്ടിട്ട് ചോദിക്കുകയാണ് അല്ല ഇത് ആര് തന്ന ഗിഫ്റ്റാണെന്ന്, ഇവനെ നമുക്ക് ജോൺ എന്ന് വിളിക്കുക. അപ്പോൾ പറയാണ് ഇതെനിക്ക് ടീറാക്ക് തന്ന ഗിഫ്റ്റാണെന്ന്. അത് കേട്ടിട്ട് ജോൺ ആണെങ്കിൽ ഓയെ ഒരുപാട് കളിയാക്കുന്നുണ്ട്. ഈ സമയം അവിടേക്ക് ഓയുടെ മറ്റൊരു ഫ്രണ്ട് വരെയാണ്, ഇവനെ നമുക്ക് ജാക്ക് എന്ന് വിളിക്കുക. അപ്പോൾ ജാക്ക് ഓയോട് പറയാണ് നീ പറഞ്ഞ ഓർഡർ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ചോദിക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് വർക്കാകുമെന്ന്. അപ്പോൾ ജാക്ക് പറയുന്നു ഓഫ് കോഴ്സ് ഇത് എന്തായാലും വർക്കാകുമെന്ന്. ഓയോ അവൻ്റെ ഫ്രണ്ട്സും എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അവിടെ ജോയി ആണെങ്കിൽ അവരോട് പറയണേ എനിക്ക് തോന്നുന്നത് ഈ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നാണെന്ന്. അപ്പോൾ ടൈപ്പ് അവളോട് ചോദിക്കുന്നു അല്ല ലീ വരുമെന്നല്ലേ പറഞ്ഞത്, എന്നിട്ട് ഇതുവരെ ആയിട്ടും വന്നില്ലല്ലോ എന്ന്. അപ്പോൾ അവളാണെങ്കിൽ ലീക്ക് മെസ്സേജ് അയക്കാനായിട്ട് ഫോൺ എടുക്കുന്ന സമയത്ത് അവൻ ഓൾറെഡി അവൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അവനൊരു ആക്സിഡൻറ്റിൽ പെട്ട ആളെ സഹായിച്ചുകൊണ്ട് നിൽക്കുന്നത് കൊണ്ട് ഇന്ന് വരത്തില്ലെന്ന്. ഈ കാര്യം അവരോട് ജോയി പറയുമ്പോൾ അവരാണെങ്കിൽ ലീക്ക് ആക്സിഡൻറ്റ് പറ്റിയെന്ന് കരുതി അയ്യോ ലീക്ക് ആക്സിഡൻറ്റ് പറ്റിയോ അവൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നു. അപ്പോൾ അവൾ പറയണേ നിങ്ങൾ ആദ്യം ഞാൻ പറയുന്നതൊന്ന് ശ്രദ്ധിച്ച് കേൾക്ക്, ലീക്ക് ആക്സിഡൻ്റ് ഒന്നും ഉണ്ടായിട്ടില്ല, അവൻ ആക്സിഡൻറ്റിലായ ഒരാളെ സഹായിക്കുന്നത് കൊണ്ടാണ് വരാതിരിക്കുന്നതെന്ന്. ഇത് കേട്ട് കഴിയുമ്പോഴാണ് അവർക്ക് സമാധാനമാവുന്നത്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം അവിടേക്ക് ഓയോ അവൻ്റെ ഫ്രണ്ട്സും കുറച്ച് ഡ്രിങ്ക്സും ആയിട്ട് വരുന്നു. അത് കണ്ടിട്ട് ജോയി പറയുന്നുണ്ട്
ടീറാക്ക് ആൽക്കഹോൾ കുടിക്കില്ലെന്ന്. അപ്പോൾ ഓ പറയുന്നു അതിനിത് ആൽക്കഹോളിക് അല്ല ടീറാക്ക്, എന്തായാലും നിനക്കിത് കുടിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ അവനെ സപ്പോർട്ട് ചെയ്ത് ജാക്ക് പറയണ് ഇതിൽ ആൽക്കഹോളിക്കൊന്നും ഇല്ല, ഇവിടെ ജോലി ചെയ്യുന്ന ആളിത് എൻ്റെ മുമ്പിൽ വെച്ചാണ് പ്രിപ്പയർ ചെയ്തത്, അതുമാത്രമല്ല ഇത് ഇവിടുത്തെ ഒരു സിഗ്നേച്ചറായ ഡ്രിങ്ക് കൂടിയാണെന്ന്. ഇവർ ഇത്രയും പറഞ്ഞിട്ടും ജോയ്ക്കാണെങ്കിൽ വിശ്വാസം വരുന്നില്ല. അപ്പോൾ ഓ പറയുന്നു നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് മാത്രം നോക്കാമെന്ന്. അത് കേട്ടിട്ട് ജോയി ആണെങ്കിൽ ടൈപ്പിനോട് അത് ട്രൈ ചെയ്യാൻ പറയാണ്. അങ്ങനെ അവനത് കുടിച്ച് നോക്കിയിട്ട് പറയാണ് ഇത് നല്ല സ്വീറ്റ് ആയിട്ടുണ്ട്, ഇത് ആൽക്കഹോളിക് അല്ലെന്ന്. എന്നാലും അത്രയ്ക്കൊന്നും വിശ്വാസം വരാത്ത ജോയി ആണെങ്കിൽ അതിൽ നിന്നും മറ്റൊരെണ്ണം തിരഞ്ഞെടുത്ത് കുടിക്കുകയാണ്. അത് കുടിച്ചിട്ട് അവൾ പറയാണ് ഇത് ആൽക്കഹോളിക് അല്ല ടീറാക്ക്, ഇത് എന്തായാലും നിനക്ക് കുടിക്കാൻ, നീ കുടിച്ചോ എന്ന്. പിന്നെ അവരെല്ലാവരും കൂടെ ആ ഡ്രിങ്ക്സ് കുടിക്കുകയാണ്. കുറച്ച് സമയത്തിന് ശേഷം ജോയും ടൈപ്പും ആണെങ്കിൽ ബോധം കെട്ട് കിടക്കുകയാണ്. കുറച്ചെങ്കിലും ബോധമുള്ളത് ടീറാക്കിന് മാത്രമാണ്. അവർ ഈ ആൽക്കഹോളിക് അല്ലാത്ത ഡ്രിങ്ക്സ് കുടിച്ചിട്ടാണ് ഇത്രയും ബോധം കെട്ട് കിടക്കുന്നത്. യഥാർത്ഥത്തിൽ അതിലെന്തോ ആൽക്കഹോളിക് കണ്ടന്റ് ഉണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ ടേസ്റ്റ് വെച്ച് അത് ആൽക്കഹോളിക് ആണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഓയാണെങ്കിൽ അവൻ്റെ ഫ്രണ്ട്സിന് സൈൻ കാണിക്കുകയാണ് പ്ലാൻ സക്സസ് ആയി എന്നുള്ള രീതിയിൽ. ഈ സമയം അവിടേക്ക് ഫാ വരെയാണ്. ഫായെ കണ്ടിട്ട് റിയോ പറയാണ് എനിക്കൊരു ഫാമിലി മാറ്റർ ഉള്ളത് കൊണ്ട് ഞാൻ അങ്ങോട്ട് പോവുകയാണ്. പിന്നെ അവിടുത്തെ ആ പ്ലേസിൽ ഓയുടെ ബർത്ത്ഡേ പാർട്ടി നടക്കുകയാണെന്ന്. ഇത് കേൾക്കുന്ന ഫാ ചോദിക്കുന്നു എന്ത് ബർത്ത്ഡേ പാർട്ടി നടക്കുന്നെന്നോ, റിസർവേഷൻ എന്ന് പറഞ്ഞിട്ട് അതെങ്ങനെ ശരിയാകുമെന്ന്. അപ്പം അവൻ പറയണ് ഞാൻ ഓണറോട് ചോദിച്ചു, പക്ഷെ അയാൾ പറഞ്ഞത് ഇങ്ങനെയാണ്, അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണെന്ന്. എന്തായാലും ഞാനിപ്പോൾ പോകുന്നെന്ന് പറഞ്ഞിട്ട് റിയോ ആണെങ്കിൽ അവിടെ നിന്ന് പോവേണ്. അവൻ പോയതിന് ശേഷം ഫായാണെങ്കിൽ അവൻ്റെ ബോഡി ഗാർഡ്സിനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവേണ്. അവിടെ ഓയാണെങ്കിൽ കേക്ക് കെട്ടിയുന്ന സമയം അവരോട് എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ടീറാക്കിനോട് ചോദിക്കുന്നു ടീറാക്ക് നീ എൻ്റെ ബോയ് ഫ്രണ്ട് ആകുമോ എന്ന്. അവനിങ്ങനെ പറഞ്ഞ് തീർന്ന ഉടനെ തന്നെ അവൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ ടീറാക്കിനെ കിസ് ചെയ്യാനായിട്ട് പറയുകയാണ്. ടീറാക്കാണെങ്കിൽ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അവനെ ഫോഴ്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ സമയം പെട്ടെന്ന് അവിടേക്ക് ഫാ വന്ന് ഓയുടെ അടുത്ത് നിന്ന് ടീറാക്കിനെ പിടിച്ചു മാറ്റുന്നുണ്ട്. ഇത് കണ്ട് ദേഷ്യം വരുന്ന ഫായോട് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താ പ്രോബ്ലം എന്ന്. ഇത് കേൾക്കുന്ന അവൻ പറയണ് പിന്നെ എനിക്കൊരു പ്രോബ്ലം ഇല്ലേ, അവൻ എൻ്റെ ബോയ് ഫ്രണ്ട് ആണെന്ന്. അപ്പോൾ ഓയാണെങ്കിൽ അവനോട് ചോദിക്കുന്നു ഇവൻ നിൻ്റെ ബോയ് ഫ്രണ്ടോ എന്ന്. എന്നിട്ട് ഫായ അവൻ അടിക്കാനും പോകുന്നുണ്ട്. ഫായാണെങ്കിൽ അടിയിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ട് അവനിട്ടൊരെണ്ണം കൊടുത്തിട്ട് അവിടെ നിന്ന് ടീറാക്കിനെ വിളിച്ചുകൊണ്ട് പോവേനു. ഓക്കാണെങ്കിൽ ഇത് കണ്ടിട്ട് ദേഷ്യം അടക്കാനേ പറ്റുന്നില്ല. പിന്നെ ടീറാക്കും ഫായും കൂടെ കാറിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ടീറാക്കാണെങ്കിൽ പെട്ടെന്ന് എണീറ്റിട്ട് ഫായോട് അവൻ്റെ കൈ തരാനായിട്ട് പറയുന്നു. അങ്ങനെ ഒരുപാട് തവണ പറയുന്നത് കേട്ടിട്ട് ഫായാണെങ്കിൽ കൈ കൊടുക്കുകയാണ്. അങ്ങനെ വളരെ സന്തോഷത്തോടെ കൈ പിടിച്ചു വെച്ച് കളിക്കുന്നുണ്ട്. കളിച്ച അവൻ പെട്ടെന്ന് അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു കിടന്നിട്ട് പറയാണ് എൻ്റെ ഹെഡിൽ കിസ് തായെന്ന്. ടീറാക്കാണെങ്കിൽ അവൻ്റെ അച്ഛനാണ് അടുത്തുള്ളതെന്ന് കരുതിയാണെന്ന് തോന്നുന്നു ഇങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷേ ഫായ്ക്ക് അത് അറിയത്തില്ലല്ലോ. അവനാണെങ്കിൽ ഇവനിത് എന്ത് പറ്റി എന്ന രീതിയിലാണ് ഇരിക്കുന്നത്. പെട്ടെന്ന് അവനാണെങ്കിൽ പിണങ്ങി പോകുന്നത് പോലെ അവിടെ പോയി ഇരുന്നിട്ട് പറയാണ് എന്നെ ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ലേ എനിക്ക് ഹെഡിൽ കിസ് തരാത്തേന്ന്. ഫായാണെങ്കിൽ ഒന്നും മനസ്സിലാകാതെ അവിടെ ഇരിക്കുകയാണ്. പിന്നെ വീട്ടിനടുത്ത് എത്തിയതിന് ശേഷം ഫായാണെങ്കിൽ അവനെ പുറത്തേക്ക് ഇറക്കിയാണ്. ഈ സമയം ടീറാക്കാണെങ്കിൽ പെട്ടെന്ന് ഫായുടെ അടുത്തേക്ക് പോകുന്നു. ഫായാണെങ്കിൽ നല്ല ടെൻഷൻ അടിച്ചാണ് നിൽക്കുന്നത്. ഇവൻ എന്തിനാണ് അടുത്തേക്ക് വരുന്നതെന്ന് അറിയത്തില്ലല്ലോ. അപ്പം ടീറാക്കാണെങ്കിൽ ഇവനെ പെട്ടെന്ന് അച്ഛ എന്ന് വിളിക്കുകയാണ്. അപ്പം ഫായാണെങ്കിൽ നിനക്ക് എന്നെ കണ്ട അച്ഛനാണെന്ന് വിളിക്കാൻ തോന്നോടാ എന്ന രീതിയിലാണ് നിൽക്കുന്നത്. ടീറാക്കാണെങ്കിൽ അച്ഛ എന്ന് വിളിച്ചിട്ട് പറയാണ് അച്ഛ എൻ്റെ തലയിൽ കിസ് തരാൻ. അതും ഭയങ്കര ക്യൂട്ടായിട്ടാണ് പറയുന്നത്. ഫാ കിസ് കൊടുക്കാതെ നിൽക്കുന്നത് കണ്ടിട്ട് അവനാണെങ്കിൽ ഉറക്കെ പറയാണ് അമ്മ ഈ അച്ഛൻ എൻ്റെ തലയിൽ കിസ് തരുന്നില്ല, അച്ഛന് ബേബിനെ മാത്രമാണ് ഇഷ്ടം, അതാ എനിക്ക് കിസ് തരാത്തേന്ന്. ഇവനിങ്ങനെ ഉറക്കെ സംസാരിക്കുന്നത് കേട്ടിട്ട് ഫായാണെങ്കിൽ അവിടെ ആരെങ്കിലും ഇതൊക്കെ കാണുന്നുണ്ടോ എന്ന് നോക്കിയാണ്. എന്നിട്ട് അവൻ വീണ്ടും കിസ് ചോദിക്കുന്നത് കൊണ്ട് അവനാണെങ്കിൽ അവൻ്റെ തലയിൽ ഒരു കിസ് കൊടുക്കുകയാണ്. കിസ് ചെയ്തു എന്ന് ഫാ പറഞ്ഞത് കേട്ടിട്ട് പെട്ടെന്ന് എന്നെ ടീറാക്കാണെങ്കിൽ ഫായുടെ കവിളിലേക്ക് കൈ വെച്ചിട്ട് പറയണ് അങ്ങനെ എൻ്റെ തലയിൽ അച്ഛൻ കിസ് ചെയ്തേ എന്ന്. എന്നിട്ട് ഭയങ്കര സന്തോഷത്തോടെ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഇവിടെ ഫായാണെങ്കിൽ ഇപ്പം ഹാർട്ട് അറ്റാക്ക് വരുമെന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അവൻ പോയതിന് ശേഷം ഫായും പോകുന്നുണ്ട് അവിടെ നിന്നും. പിറ്റേന്ന് രാവിലെ ടീറാക്കിൻ്റെ ഫോണിലേക്കാണെങ്കിൽ ഒരുപാട് മെസ്സേജ് വന്നുകൊണ്ടേയിരിക്കുന്നു. മെസ്സേജിൻ്റെ സൗണ്ട് സഹിക്കാൻ വയ്യാതെ അവനാണെങ്കിൽ ഫോൺ എടുത്ത് നോക്കുന്നുണ്ട് എന്താണ് ഇത്രയ്ക്കും മെസ്സേജ് എന്ന്. ആ മെസ്സേജ് കണ്ടിട്ട് പക്ഷെ അവൻ ഞെട്ടിപ്പോകുന്നതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ അവൻ്റെ തലയിൽ ഇന്നലെ ഫാ കിസ് ചെയ്തില്ലേ, ആ കിസ് ചെയ്ത ഫോട്ടോ ആരോ എടുത്ത് പോസ്റ്റ് ചെയ്തേക്കുന്നു. അങ്ങനെ അത് കണ്ടിട്ട് അവൻ അലറി വിളിച്ച് പറയാണ് ഇല്ല അങ്ങനെയൊന്നും ഇല്ലെന്ന്. പെട്ടെന്ന് ടീറാക്കാണെങ്കിൽ ബെഡിൽ നിന്ന് തറയിലേക്ക് വീഴുന്നുണ്ട്. അവൻ കണ്ട സ്വപ്നമായിരുന്നു
ഇത്രയും നേരം കാണിച്ചത്. അപ്പോൾ അവൻ പറയണേ അയ്യോ ഇതെല്ലാം സ്വപ്നമായിരുന്നു, ആശ്വാസമൊന്നും പറഞ്ഞ് അവിടെ ഇരിക്കുന്ന സമയത്താണ് അവിടേക്ക് ബേബ് വരുന്നുണ്ട്. ബേബ് വന്നിട്ട് ചോദിക്കുകയാണ്, ഡാ നിന്നോട് ഞാൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്ന എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായാൽ എന്നെ വിളിക്കണമെന്ന്, പിന്നെ നിന്നെ കിസ് ചെയ്തോ എന്നും പറഞ്ഞ് അവളൊരു വീഡിയോ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. ഈ വീഡിയോ ബേബിന് എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ അവൾ ഇന്നലെ രാത്രി ഉറങ്ങുന്ന സമയം എന്തോ സൗണ്ട് കേൾക്കുന്നത് പോലെ തോന്നിയിട്ട് താഴേക്ക് നോക്കുമ്പോഴാണ് ഇവൻ്റെ തലയിൽ കിസ് ചെയ്യുന്നത് കണ്ടത്. അപ്പോൾ തന്നെ അവളാണെങ്കിൽ ഈ വീഡിയോ എടുത്ത് വെക്കുന്നുണ്ട്. അങ്ങനെ ബേബ് പറഞ്ഞതൊക്കെ കേട്ടിട്ട് അവനാണെങ്കിൽ ഇത് കണ്ടത് സ്വപ്നമാണോ അതോ സത്യമാണോ എന്ന് അറിയാതെ പെട്ടെന്ന് തന്നെ ഫോൺ പോയി ഓണാക്കി നോക്കിയാണ്. അപ്പോൾ അവൻ കണ്ടതൊക്കെ സ്വപ്നം തന്നെയാണ്, ഈ വീഡിയോ ബേബ് എടുത്തന്നേ ഉള്ളു. അങ്ങനെ സമാധാനത്തിൽ അവിടെ ചെന്ന് കിടക്കുന്നുണ്ടെങ്കിലും ഇവനെ കിസ് ചെയ്തേക്കല്ലേ, ആ ടെൻഷനിൽ അവൻ പറയുന്നത് ഞാനിനി എന്ത് ചെയ്യോ എന്തോ എന്ന്. അപ്പോൾ നമുക്ക് ഇതിന് ശേഷമുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാവുന്ന ലൈക്ക് അടിച്ചേക്കണേ, അതുപോലെ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ടേക്കണേ. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാവുന്ന സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ബൈ ബൈ.